അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നോമ്പ് 26 നോമ്പ് 26 27 പിന്നെ നാട്ടിലൊക്കെ 27 അല്ല. അപ്പോൾ എന്താ വെച്ചാൽ 27 ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിവിടെയൊക്കെ നാട്ടിൽ നിന്ന് പള്ളിയിൽ ഓത്ത് കാര്യങ്ങൾ റബ്ബേ പറയും. അപ്പോൾ അത് നല്ലതാണ്. കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഓതുള്ളതാണ്. അപ്പോൾ നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഭയങ്കര ഫലമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനൊക്കെ നോക്കുക. നമ്മൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടോ. അപ്പോൾ നമ്മളെ ചങ്കടൻ കണ്ടോ എങ്ങനെ പള്ള കേടുക ഒരു എണ്ണ സമൂസൻ്റെ കയ്യ അതല്ലാതെ കണ്ട ഇതൊരു മഞ്ഞക്കഞ്ഞിയ, പിന്നെ അൽഫാമാണ് കേട്ടോ. ചോറ് അൽഫാമല്ല. അതേപോലെ അസീർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല കുത്തിക്കലക്കി അസീറുണ്ട്, ചായകളുണ്ട്, സമൂസകൾ വേറെ ഇല്ല. എവിടേക്കൊക്കെ അതൊക്കെ അപ്പോൾ ഇത്യാദി സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് ഇന്ന്. 27-ാം രാവിൻ്റെ പ്രാർത്ഥന മജ്‌ലിസുകളൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ തറാവി ഉണ്ട്. തറാവി 4 റക്അത്താണ്. ഇവിടെ നമ്മൾ ഇരുവിൻ്റെ ആളാണ്. രാവിലെ അല്ല ഒരു 8 മണി നിസ്കാരം ഇശാ നിസ്കാരത്തിന് ശേഷം 4 അതിൻ്റെ മേലെ ബാക്കി രാത്രി 1 മണിക്ക് നേരം വെളുക്കോളം ഉണ്ടാവും പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നാളെയൊക്കെ രാത്രിയാണ്. ഇവിടെ എന്നും രാത്രിയാണ് പ്രാർത്ഥന കേട്ടോ. അപ്പോൾ പൈസക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അറ്റോളി. സക്കാത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും കൂടെ വിട്ടോളിട്ടോ. അപ്പോൾ ഇത്യാദി സാധനങ്ങളുണ്ട്. ഐസ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് നോമ്പ് തുറയാണ്. ഇവിടെ നമ്മളെ ഒരു പാവപ്പെട്ട നോമ്പ് തുറയാണ്. ഇതാണ് നമ്മളെ കഞ്ഞി കേട്ടോ. ഇതിൻ്റെ പേര് ഷൊർബ എന്നാണ്. കുറച്ച് ടൈറ്റ് കൂടുതലാണ്. പയങ്കഞ്ഞിയാണ് എന്താ അറിയില്ല. അതിന് നാരങ്ങയാണ്, കറുത്ത നാരങ്ങ. അതാ. അപ്പോൾ നമ്മൾ കുടിച്ചാനായിട്ടില്ല, ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരുന്നു. ഇതാണ് ചോറ്. പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊരു വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്യാദി സാധനങ്ങളൊക്കെ സമൂസ കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പള്ളിയിലത്തെ സാധനമാണ്. ഇതൊരു വീട്ടിലത്തെയാണ്, അത് വീട്ടിലത്തെയാണ്. വീട്ടിൽ നിന്ന്. അപ്പോൾ പറഞ്ഞ മാതിരി 25-ാണ്. ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് അയച്ചോളി. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അയക്കേണ്ടി ഇത്. അപ്പോൾ അയക്കാനൊന്നും മടിച്ചണ്ട, നേരം കിട്ടുള്ളൂ. ആരെയും തരാൻ വിചാരിച്ചിങ്ങനെ നമ്മളെ വീടിൻ്റെ അടിയിലുണ്ടാവും അയക്കണ സാധനം. അതിന്മേൽ തൊട്ടാൽ നിങ്ങൾ പൈസ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് 25 കൂടാനുള്ള അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നോമ്പുകളും സ്വീകരിക്കുമാറാകട്ടെ. പല കർമ്മങ്ങളും ചെയ്തവരാണ്. എല്ലാവരുടെ കർമ്മങ്ങളും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനകൊണ്ട് നമ്മൾ ദുആ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമ.